നമസ്കാരം. ഒട്ടേറെ പ്രേക്ഷകരുള്ള മീഡിയ വണ്ണിന്റെ ഒരു പരിപാടിയാണ്. അവർ 3 പേർ, അതായത് ഉത്തരവാദിത്തപ്പെട്ട എഡിറ്റോറിയൽ ബോർഡിലുള്ള 3 പ്രധാനപ്പെട്ട വ്യക്തികൾ നടത്തുന്ന ചർച്ച. അഡ്വക്കേറ്റ് എ ജയശങ്കർ അതിനെ അടുപ്പുകൂട്ടി ചർച്ച എന്നാണ് പറയുന്നത്. 3 പേർ പങ്കെടുക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് അതിന് വന്നത്. പലപ്പോഴും പല സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലും ഈ ചർച്ചകൾ വിഷയമാകാറുണ്ട്. ഈ ചർച്ചകളിൽ പല രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ, ദേശീയ, അന്താരാഷ്ട്ര വിഷയങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. തീർച്ചയായിട്ടും ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് കാണാനും തീർച്ചയായിട്ടും അഭിപ്രായം പറയാനും കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. പലപ്പോഴും ഈ ചർച്ചയിൽ, മീഡിയ വണ്ണിന്റെ ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ പല വിഷയങ്ങളും വക്രീകരിച്ചും അല്ലെങ്കിൽ ചിലതിനെ വളച്ചൊടിച്ചും ചിലതിനെ മതവുമായി ചേർത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഒരു മതവാദം ചേർത്ത് വെച്ചുകൊണ്ടും ഒക്കെയാണ് ചർച്ച നടത്തുന്നത്. ഇപ്പോൾ മീഡിയ വണ്ണിന്റെ രാഷ്ട്രീയം എന്താണ്, അവരുടെ മതവികാരം എന്താണ്, അല്ലെങ്കിൽ അവർ പുലർത്തുന്ന ഇസ്ലാം മതവിശ്വാസത്തിന്റെ തോത് ഏതാണ് എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഇവിടെ അതല്ലാതെ മുസ്ലിം മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരുടെ ചിന്തയില്ലാത്തവർ, സാധാരണഗതിയിൽ എല്ലാ മതവിഭാഗക്കാരുമായി മതേതരത്വത്തോടെ, മതസാഹോദര്യത്തോടെ ഒരു കുടുംബം പോലെ കഴിയുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ വാഴുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന നാട് കൂടിയാണ് ഇന്ത്യ എന്നുള്ളത് ഒരു വേള ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ അധികൃതർക്ക് അറിയാമായിരിക്കും. എന്നാലും അവർ അത് മനഃപൂർവ്വം പല വിഷയങ്ങളിലും മറന്നുപോകുന്നു എന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുപോകുന്നു എന്ന ഒരു ധാരണയുണ്ട്. ഇതിൽ ദാവൂദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മീഡിയ വണ്ണിന്റെ ഒരു എഡിറ്റർ ആണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗമാകാതെ മറ്റൊരു കഷണമായി രൂപാന്തരപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായി രൂപാന്തരപ്പെട്ട് വേറെ നിൽക്കണം എന്ന ധ്വനി ഉണർത്തുന്ന രീതിയിലുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം അവർ സംഘടിപ്പിച്ചത്. ഇവിടെ മുസ്ലിം മതവിഭാഗങ്ങൾ എല്ലാ മതവിഭാഗങ്ങളുമായി ചേർന്ന്, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളുമായി ചേർന്ന് ഒത്തൊരുമയോടെ, സഹവർത്തിത്വത്തോടെ, അവരുടെ ആരാധനാക്രമവും വിശ്വാസങ്ങളും അനുസരിച്ച് വളരെ സമാധാനത്തോടെ പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം അവർ മറ്റൊരു വിഭാഗമായി, ലോകത്ത് അങ്ങനെ പല രാജ്യങ്ങളിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പുണ്ട്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന പല കൊള്ളരുതായ്മകളും തോന്നിയാസങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപൊക്കെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം, BBC അടക്കം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതായത് അവർ ഒരു കോളനിയിൽ ചെന്ന്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ചെന്ന് പ്രത്യേക സംഘമായി രൂപാന്തരം പ്രാപിച്ച് അവരുടെ മാത്രം ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവരുടെ മത വികാരം ആളിക്കത്തിച്ച്, സ്വയം ആളിക്കത്തിച്ച്, അവരുടെ മതമല്ലാതെ മറ്റു മതമില്ല, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ അവരുടെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും അവർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി തെരുവിൽ ഇറങ്ങുകയും കടകൾ അടിച്ചു തകർക്കുകയും ആളുകളെ, സ്ത്രീകളെ അടക്കം ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി. ഇന്ത്യയിലും അങ്ങനെ വേണം എന്നാണോ ശ്രീ ദാവൂദ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. അത്തരത്തിൽ ഒരു ചിന്താഗതിയാണോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം വച്ചു പുലർത്തുന്നത്? അവർക്ക് അവരുടെ ആ ഒരു മതചിന്തയുടെ ഭാഗമായുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും അംഗീകരിക്കാം. അതൊക്കെ അംഗീകരിച്ച് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റ് വിഭാഗങ്ങളും ഒക്കെ തന്നെ ഇവിടെ മുമ്പോട്ട് പോകുന്നത്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും, അതുപോലെ തന്നെ അവരുടെ മീഡിയ ഗ്രൂപ്പായ തേജസ്സും മാധ്യമവും ഒക്കെ തന്നെ, തീർച്ചയായിട്ടും എല്ലാവരും, നമ്മളൊക്കെ തന്നെ പത്രങ്ങളും ഈ മീഡിയ വണ്ണും ഒക്കെ കാണുന്നവരാണ്. മുസ്ലിം മതവിഭാഗം ഒരു പ്രത്യേക വിഭാഗമായി ചുരുങ്ങി നിന്നുകൊണ്ട് അവർ അവരുടേതായ ഒരു ഇടത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമൂഹത്തോട് തന്നെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയല്ലേ? അവരെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു രീതിയല്ലേ? അവർ മുഖ്യധാരയിലേക്ക് വരണ്ടേ? അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വിദ്യാസമ്പന്നരായി വളർന്ന് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് ലോകത്തിന്റെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗമായി നിലകൊള്ളേണ്ടവരല്ലേ? ഒരു മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു സമൂഹം മാത്രം ഒത്തുകൂടിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ മാത്രം മുമ്പോട്ട് വെക്കുന്ന, തെരുവുകളിലൂടെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അങ്ങനെയായിരുന്നു. അവരുടെ മത തീവ്രവാദ ചിന്തകളൊക്കെ തന്നെ പലപ്പോഴും തെരുവുകളിൽ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിന്റെയൊക്കെ തിക്തഫലം അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഘടനയെ തന്നെ നിരോധിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഒരു തീവ്രത ഈ മതവുമായി ചേർത്ത് വെച്ചുകൊണ്ട്, അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, അതിനെ മതവൽക്കരിച്ചുകൊണ്ട്, അതിനെ ജനകീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം വൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഒരു മാധ്യമം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സന്ദേശം മുസ്ലിം സഹോദരങ്ങൾക്കിടയിലേക്ക് വിളമ്പാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും. ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് മീഡിയ വണ്ണല്ല, ഏഷ്യാനെറ്റ് അല്ല, ഏത് മാധ്യമം പറഞ്ഞാലും തീർച്ചയായിട്ടും അതിന് വ്യക്തമായ അഭിപ്രായവും, അത് വിമർശിക്കേണ്ടതാണെങ്കിൽ ശക്തമായി വിമർശിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട്.
അത്തരത്തിൽ മുസ്ലിം മതവിഭാഗത്തെ പാർശ്വവൽക്കരിപ്പിച്ച് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരൊരു ഇപ്പൊ ഈ ഹമാസ് രൂപീകരിച്ചത് എങ്ങനെയാണ്, ഹിസ്ബുള്ള ഉണ്ടായത് എങ്ങനെയാണ്, അൽ ഖ്വയ്ദ ഉണ്ടായത് എങ്ങനെയാണ്, IS ഉണ്ടായത് എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ പാർശ്വവൽക്കരിച്ച് അവരെ മാറ്റി നിർത്തി അവരെ മത തീവ്രവാദത്തിന്റെ പാതയിലേക്ക് അവർ സ്വയം ഇറങ്ങിച്ചെല്ലുകയും അവരെ തള്ളിവിടാൻ ചില ഗ്രൂപ്പുകളും ചില സംഘടനകളും ഒക്കെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് മത തീവ്രവാദം ലോകത്ത് ഇത്രയും വളർന്ന് പന്തലിച്ചത്. അത് ആഗോള തീവ്രവാദത്തെ അടിച്ചമർത്തണം എന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിലിൽ പോലും നിരന്തരം ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് അത് എത്തിയത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പാർശ്വവൽക്കരിച്ച് നിർബന്ധിത പാർശ്വവൽക്കരണം കൊണ്ട് അല്ലെങ്കിൽ സ്വയം പാർശ്വവൽകൃതമായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ മനുഷ്യത്വരഹിതമായ സംഘടനകളൊക്കെ തന്നെ പലപ്പോഴും രൂപീകൃതമായത്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾ ആ രീതിയിൽ വരണം എന്നാണോ ശ്രീ ദാവൂദും കൂട്ടരും ഉദ്ദേശിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ അങ്ങനെയേ തോന്നുന്നു. ഇനി നിങ്ങളുടെ ഉദ്ദേശം അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.